ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം അതെ, അങ്ങനെ സെക്കൻഡ് ഡേ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 77.7, 100 ഗ്രാമാണ് കേട്ടോ കുറഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മൾ ആദ്യത്തെ ഒരു ഫാസ്റ്റ് റിലീഫ് പ്രതീക്ഷിക്കേണ്ട. പയ്യെ 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 എനിക്ക് അത്രയും കുറഞ്ഞ എനിക്ക് കയ്യും വയറും ജസ്റ്റ് കുറഞ്ഞ് കിട്ടിയാൽ മതി. മാഷാ ബാക്കി ബോഡിയൊക്കെ കൊണ്ട് ഞാൻ ഓക്കെയാണ്, ഫേസ് ആണെങ്കിലും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം കൂടെ മതി. അപ്പം മോൻ്റെ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ അവൻ 57.1 ആയിരുന്നു. ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 55.7 ആണ്. അപ്പം ഒന്ന് ചില്ലറയാണ് അവൻ്റെ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാട്ടർ വെയിറ്റ് എന്ന് പറയുന്നത് ഓടിക്കുറയും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ അവരെയൊക്കെ ശ്രദ്ധിക്കുക? ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അമിത ഫുഡും അതുപോലെ തന്നെ ജങ്ക് ഫുഡും ഒക്കെ ആയിട്ട് അടിച്ചു കയറ്റുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്കൊരു മോചനം കൊടുത്താൽ നാളെ നമ്മൾ കേട്ട തടിച്ചീ തടിക്കുക എന്നുള്ള വിളി നമ്മുടെ മക്കൾ കേൾക്കേണ്ടി വരത്തില്ലല്ലോ. ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ അവനെ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ അവരുടെ ഹെൽത്ത് നോക്കണം, അത് വേറൊരു കാര്യം. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള അല്ലാതെ ഒരുപാട് വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള ഇതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ കഴിക്കുന്ന ഹെൽത്തിയായ ഫുഡ് അവർക്കും കൊടുക്കാൻ ശ്രമിക്കാം. അപ്പം ഇന്നലെ ജസ്റ്റ് അവന് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും റിലയൻസിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചാണ്. ഇത് മില്ലറ്റിൻ്റെ മുസ്ലിയാണ് കേട്ടോ. അപ്പം അത് മതി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പം ഇത് വിട്ട് ഇതിലേക്ക് നമ്മുടെ നട്ട്സിൻ്റെ പൗഡർ, അപ്പോൾ എല്ലാ 17 ഐറ്റംസ് ഉള്ളതല്ലേ. അപ്പോൾ അതും ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് അല്പം പാൽ ഒഴിച്ചാൽ വയറ് ഫില്ലാവും. രാവിലെ എന്തെങ്കിലും കഴിച്ച് രാവിലത്തെ സ്കൂളിൽ പോണ തിരക്കിലൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചില്ല എന്നുള്ളൊരു ഓട്ടമാണ്. 2 ഇടിയപ്പമൊക്കെ കൊടുത്താൽ എങ്ങനെയെങ്കിലും പകുതിയൊക്കെ കഴിച്ച് ബാക്കി അവിടെ ഇട്ടേച്ചാണ് ഓടുന്നത്. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പാത്രം മടിച്ച് നിൽക്കുകയും ചെയ്യും. ബാക്കി അവനെല്ലാം ചെല്ലുകയും. അപ്പം മില്ലറ്റ്സ് ആണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം അവിടെ ഓഫറിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വാങ്ങിച്ചാണ്. അങ്ങനെ ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുള്ള പോക്കാണ്. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ജീരക വെള്ളമാണ് അവന് കൊടുത്തത്. ഞാനും അങ്ങനെ ഇന്ന് പട്ടയിട്ടില്ല, പകരം ജീരക വെള്ളമാക്കി. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഗ്രീൻ ടീ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഗ്രീൻ ടീയും കുടിച്ച് കുറേ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാനുള്ള നേരമില്ലാതെ ഇങ്ങനെ പക്ഷേ ആ ഒരു മടുപ്പില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. ഡയറ്റ് ചെയ്യുവാണെന്ന് നമ്മൾ അറിയത്തില്ല, ടയേർഡാകത്തും ഇല്ല, ഇങ്ങനെ ഓടി നടക്കും. ഇനി അടുത്തൊരു ചെറിയവൻ എന്നെ ഓടിച്ചിട്ട് അടിക്കുവാന്ന് അറിഞ്ഞില്ല, ഡെയിലി പൊട്ടുമ്പഴോ ആക്കിയതിൻ്റെ പേരിൽ. കാര്യം എളുപ്പ പണിയാണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാത്തത് കൊണ്ടിട്ടും പൊട്ടുമ്പഴമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അവൻ എന്താണ് ആ അവസ്ഥ? അങ്ങനെ ദേ രാവിലെ 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം മോന് സ്കൂളിൽ പോകാൻ നേരം തന്നെ ആ മില്ലറ്റ്സിൻ്റെ ഒപ്പം തന്നെ അതിന് ഒരു മുട്ട കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് സ്കൂളിൽ ഉച്ചവരെ ഉള്ളൂ. ആ ഒരു വെയിലും കൊണ്ട് വരുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ വെള്ളമൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. എന്തായാലും അവൻ ഹാപ്പിയാണ്. കാര്യം ആ 1 കിലോ അടുത്ത് കുറഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ കൂട്ടുകാരോട് പറയണം എന്നുള്ള ആ ഒരു ഇതിലാണ് അവൻ പോയിരിക്കുന്നത്. എൻ്റെ ഉമ്മച്ചി ഡയറ്റീഷ്യനാണ്, അപ്പം എൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. എന്നാലും മാഷാല്ലാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവൻ്റെ ആ വെയിറ്റ് കുറഞ്ഞ് കണ്ടപ്പം ആശാന് ഭയങ്കര സന്തോഷമായി. ഇന്നപ്പോൾ ഒരാൾ ലീവായതുകൊണ്ട് ഒരാൾ ഇക്ക കയറി ബില്ലടിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ കൊറിയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആൾ ഭയങ്കര ബിസിയാണ്. അപ്പം ഞാൻ കരുതി സ്മൂത്തി കൊണ്ട് കൈ കൊടുത്തേക്കാമെന്നും പറഞ്ഞ് കൊണ്ട് ചെന്നപ്പോഴത്തേക്കും എൻ്റെ പ്രത്യേകം പറയും, എന്നെ വീഡിയോ എടുക്കരുത്, ദയവ് ചെയ്ത് എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്ന് പറയും. ഞാൻ പറയും സാരമില്ല, എന്നെ കാണിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾ കാണിച്ചാൽ എന്താ. അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കും വരുന്ന വ്യത്യാസം എല്ലാവരും കാണണ്ടേ. അങ്ങനെ ഇന്നാണ് കേട്ടോ ആശാൻ വെയിറ്റ് നോക്കിയത്. ഇന്നലെ മുതൽ ഡയറ്റ് തുടങ്ങിയെങ്കിലും ഇന്നാണ് വെയിറ്റ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നാളെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നാളെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ കിടിലൻ സാലഡിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി വെള്ള കടല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്തത്. 3 പേരെയും ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ അപ്പോൾ ആ ഒരു ഫില്ലിങ് നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കടല അപ്പോൾ ഒരല്പം ഉപ്പ് ഇട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയില, അത് ഞാനൊരു സ്ഥലത്ത് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരാളോട് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പൂ ചോദിച്ചപ്പോഴത്തേക്കും ഒരു പൂങ്കാവനം തന്ന ഫീലായിരുന്നു, നിറയെ കൊണ്ട് തന്നു. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. എനിക്ക് പക്ഷേ സിമ്പിളായിട്ട് തോന്നുന്നത് ഇങ്ങനെ കട്ട് ചെയ്യാനാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നാലും നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം അത് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ സാലഡിന് കടല വേവിക്കാൻ പറ്റിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിര അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇന്നലെ ഒരു പൈനാപ്പിൾ കൊണ്ടുവന്ന് വെച്ച കാര്യം മറന്നത്. നമ്മൾ ഡയറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ബഹളം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവനും കഴിക്കാമല്ലോ. ഉച്ചക്ക് ആ ഒരു വെയിൽ കൊണ്ട് വാടിയായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെ അവനക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ അല്പം തണ്ണിമത്തനും ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി അത് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്.
അങ്ങനെ തുണിയൊക്കെ വിരിച്ച് ഞാൻ ഈ നേരം വെളുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നത് വല്ലപ്പോഴൊക്കെയാണ് കേട്ടാ. ഈ ഓടടാ ഓട്ടം, പക്ഷെ അതിനൊരു സുഖമാണ്. നമ്മൾ സമയമില്ലാന്ന് പറയുന്ന ആ ഒരു നേരത്ത് നമുക്ക് ഭയങ്കര ബിസി ആവാൻ എന്ത് സന്തോഷമാണ്. ഞാൻ ആ തിരിഞ്ഞ നേരത്തിനടുത്തും ക്യാമറയിൽ മുൻപിൽ വന്ന് എന്തോ ഒക്കെ കാണിച്ചിട്ട് പോയതാണ് കേട്ടാ. വിശ്വസിക്കാൻ പറ്റത്തില്ല, ഫോണെങ്ങാണോ ഉരുട്ടിയിട്ട് അതുമായി. അപ്പോൾ അതേ നമ്മുടെ കടലേക്ക് വെന്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ വെച്ച് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആ കടല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് വേണമെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ എരിവിനും പാകത്തിനും മാത്രം ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി നാരങ്ങയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു കുക്കുംബറുണ്ട്, 2 സവാളയുണ്ട്, 2 തക്കാളിയുണ്ട്, എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും നാരങ്ങയും ഇല്ലായിരുന്നത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സെറ്റപ്പ്. ഈ ഉത്സവ പറമ്പുകളിലൊക്കെ നമ്മുടെ ഈ വണ്ടിയിലൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്ന ആ ഒരു കടലയില്ലേ, ആ ഒരു ടേസ്റ്റാണ്. സത്യം പറയാമല്ലോ, ആർക്കും കൊടുത്തല്ലേ, എൻ്റെ ചെറിയവൻ വരെ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ കടലയൊക്കെ കറി വെച്ചാൽ പെറുക്കി കളയുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഹെൽത്തി നോക്ക്, നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കൊടുത്ത് തന്നിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ അമ്മ മുരിങ്ങയിലൊന്നും പരിസരത്ത് കഴിക്കത്തില്ല, പക്ഷെ ഞാൻ പറയുന്നത് കേട്ട് മാത്രം ഡയറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന പേര് കൊണ്ട് 1 കിലോ കുറഞ്ഞ സന്തോഷം കൊണ്ടും അവൻ അത് ഹാപ്പിയാണ്. അവനത് കാരണം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ ആശാൻ ഒരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. കാര്യം കുഞ്ഞല്ലേ അവൻ, എന്നാലും കുഴപ്പമില്ല, ചെയ്യാവുന്ന അത്രയും ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വയറാണ് അവൻ്റെ പ്രശ്നം, വയറ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫോണും കളിച്ചുകൊണ്ടുള്ളൊരു ഇരിപ്പല്ലേ, ആ ഒരു ഇതാണ് കാണുന്നത്. നമ്മൾ ഈ ഫാറ്റും കാര്യങ്ങളൊക്കെ അടിയുമ്പോഴാണ് കേട്ടോ ഈ എന്താ പറയുക ഈ ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മക്കൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഇന്നത്തെ തലമുറയെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ നോക്കുന്നതാണ് നല്ലത്. ഇപ്പം ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവന് വയറ് ഫുൾ ഫില്ലാണ്. ബാക്കി അത് മാത്രം കഴിച്ചിട്ട് ചോറിൻ്റെ അല്പം അവൻ മാറ്റി വെച്ചിരുന്നു, അവന് മതിയായി. കാര്യം അത്രയൊന്നും ആശാൻ കഴിക്കാറില്ല. എന്നിരുന്നാലും ആ കടലയും അത്രയും സാലഡും ആ ഒരു മുരിങ്ങയിലയൊക്കെ ചെന്ന സന്തോഷമാണ് എനിക്ക്. അപ്പം ഞാനെടുത്തത് അല്പം സാലഡ് എടുത്തിട്ടുണ്ട്, മുരിങ്ങയില 2 കഷ്ണം പൈനാപ്പിളും. അപ്പം ഇന്ന് ഞാൻ ചോറെടുത്തില്ല കേട്ടോ. ചോറല്ലേ പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ല. ഡയറ്റ് നിർത്തിയ സമയത്തായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വില്ലമ്മാസിനെ കിടത്തി ഉറക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് കിട്ടിയത്. പിന്നെ ഞാൻ കരുതി വൈകിട്ട് അവന് എന്തായാലും ഒരിത്തിരി ആ ഒരു ഈവനിങ് ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ബ്രൗൺ ബ്രെഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇത്തിരി കോണും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോണത് ആവിയിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ മാഗിയും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു ശ്രദ്ധയും കിട്ടും. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ രീതിയിൽ നമ്മുടെ ചോളമൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളുപ്പും ഒരല്പം കുരുമുളക് പൊടി വാങ്ങിച്ചു കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സാക്കി അത് കൊടുത്ത് ഇതൊക്കെ കൊടുത്താൽ എൻ്റെ മോൻ 100 വോൾട്ടിൻ്റെ ബൾബ് കത്തുന്ന ഒരു ഫീലാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ആശാന്. അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നാളത്തേക്ക് അടുത്ത ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രോട്ടീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരണേ ഉമ്മിച്ചിന്ന്. പിന്നെ ഇപ്പം ഇങ്ങനെ പിടിച്ചത് കൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലും കഴിക്കത്തില്ല. മന്തിയുടെയൊക്കെ ആശാനാണ് കേട്ടാ. ആ ഒരു ശ്രദ്ധയും കൂടെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എപ്പോഴും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് നാളെ ഫാറ്റി ലിവറും ബുദ്ധിമുട്ടും ഒക്കെ വന്നാൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് പറമ്പിൽ നിന്നൊന്നും കയറാത്ത അവസ്ഥയായിരുന്നു. ഇന്നത്തെ മക്കൾ അങ്ങനെ വല്ലതാണോ? ഫോണും കളിച്ച് ലാപ്ടോപ്പും കളിച്ച് ഒരു കല്യാണ സ്ഥലത്ത് പോയാൽ പോലും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റത്തില്ല ഒരു മക്കളെ ഓടി കളിക്കുന്നത്. എന്തുവാ എല്ലാവരും ഫോണിൻ്റെ പുറകെയാണ്. എൻ്റെ ചെറുത് ഉൾപ്പെടെ അതൊക്കെയാണ് സിറ്റുവേഷൻ. നമ്മളൊക്കെ പണ്ട് സ്കൂളിലില്ലാത്ത സമയങ്ങളിൽ വീട്ടിലിരിക്കുന്ന ഒരു പാപ്പിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പറമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പേടിച്ചോടി വീട്ടിൽ കയറുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ആയാസമൊന്നും ഇല്ലാത്ത മക്കൾക്ക് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പുള്ള മക്കളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് എൻ്റെ മോനിലൂടെ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ. അങ്ങനത്തെ ഞങ്ങൾ ഇന്ന് രാത്രിയാണ് വർക്കൗട്ടിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതേ വർക്കൗട്ടും കഴിഞ്ഞ് സ്മൂത്തിയും കുടിച്ച് കിടക്കാമല്ലോ ആ ഒരു ഫീലിങ്സിലാണ്. അപ്പോൾ ആശാൻ 7 മണിയായപ്പോഴത്തേക്കും സ്മൂത്തി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത് വയറ് കുറയാൻ നല്ലൊരു എക്സസൈസ് ആണ്. എന്തായാലും തനിയെ പൊങ്ങാൻ ബോഡി അനുവദിക്കത്തില്ല. അപ്പോൾ ഒരു ഷാൾ ഇതേപോലെ എവിടെയെങ്കിലും കെട്ടിയിടുക. ഇതേപോലെ ഒരു 30ന്റെ 3 സെറ്റ് വീതം ചെയ്യുക. വയറ് പെടേന്ന് അങ്ങ് പോയിക്കോളും. വയറ് നല്ല ഉള്ളിലോട്ട് വലിച്ചു വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ രാത്രിയിലത്തെ ഡിന്നറും നമ്മുടെ ഗ്രീൻ ടീയും കുടിച്ച് ഇന്നത്തെ ദിവസവും അങ്ങനെ മാഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡേയും പഠിച്ചവൻ്റെ രംഗത്ത് നല്ല രീതിയിൽ തന്നെ പോയി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണം. ഞങ്ങൾ 2 നേരം കുടിക്കുന്നത് നമ്മുടെ സ്മൂത്തി തന്നെയാണ് കേട്ടോ.
അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഫുഡുകളൊക്കെ വീണ്ടും കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും നാത്തൂൻസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ നമ്മുടെ അംഗപ്പുറപ്പാടിനെയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ. സീ യു.